വനത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ എൻ്റെ പല സ്ഥലങ്ങളിലേക്കും വിളിച്ചിട്ട് അതിനെക്കുറിച്ചൊക്കെ പഠിക്കാനും കുറിപ്പുകൾ എഴുതാനും ഒക്കെ ആവശ്യപ്പെട്ട സംവിധാനങ്ങളുണ്ട്. ഈ 3 ദിവസവും ഞാൻ ലീവ് എടുത്തായിരിക്കും പോകുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അത് ഞാൻ പരാജയത്തെ പറഞ്ഞാൽ എനിക്ക് സ്വയം തോന്നി ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നീടത് എനിക്ക് തന്നെ അതൊരു അംഗീകാരമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് തിരിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കതിലൊന്നും വിഷമമുള്ളത്, ഞാൻ പറഞ്ഞത് ആ ഒരു ബന്ധം പറഞ്ഞു എന്ന് മാത്രം. പിന്നെ സർവീസിലിരിക്കുമ്പോൾ കൃത്യമായിട്ട് മാസത്തിലൊരിക്കൽ എല്ലാ വനങ്ങളിലും പോയി 2 ദിവസത്തെ യാത്ര പോയി താമസിക്കുക എന്നൊരു സ്ഥിരം പരിപാടിയായിരുന്നു. ഈ 2 സ്റ്റേറ്റുകളാണ് ഇനി ബാക്കിയുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം. ഹിമാലയമാണ് ഏറ്റവും കൂടുതൽ എന്നെ നിർത്തുന്ന ഒരു സ്ഥലം. ഞാൻ 62 വയസ്സ് കഴിഞ്ഞ ആളാണ്. അപ്പോൾ ഓരോ വർഷം കഴിയുന്നവരും എൻ്റെ ആരോഗ്യം കുറയും എന്നുള്ള ഒരു കണക്കുകൂട്ടലിൽ ബുദ്ധിമുട്ടുള്ളത് ആദ്യം പോകാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ കൊല്ലം മണിമകേഷ് കൈലാസം ശ്രീകണ്ഠ മഹാദേവ് കൈലാസം തിരഞ്ഞെടുക്കുന്നത്. ഗ്രേസ് മീഡിയ യൂട്യൂബ് ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ, അതായത് നെടുമങ്ങാട് അരുവിക്കരയ്ക്ക് അടുത്തായിട്ട് ഉള്ള ഒരു കലാകാരനെ, ഒരു യാത്രികനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ഒരു യാത്രികനാണ്. അതായത് കേരളത്തിന് അകത്തും പുറത്തും, അതുപോലെ തന്നെ ഇന്ത്യക്ക് അകത്തും പുറത്തുമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്. യാത്ര ചെയ്യുക മാത്രമല്ല, തൻ്റെ യാത്രാ അനുഭവങ്ങൾ ചേർത്ത് ബുക്കുകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ നമ്മുടെ ചാനലിൽ വന്ന സീതാതീർത്ഥ യാത്രയുണ്ടല്ലോ, അന്നാണ് ഞാൻ പുള്ളിക്കാരനെ കാണുന്നത്. പുള്ളിക്കാരൻ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടായിരുന്നു. അന്ന് ആണ് നമ്മൾ തമ്മിൽ പരിചയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു സൗഹൃദമാണ് ഇതുവരെ എത്തി നിന്നത്. എന്തായാലും നമ്മുടെ ചാനൽ വഴി ഇതുപോലുള്ള ആൾക്കാരെ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നതിൽ വളരെ സന്തോഷമുണ്ട് നമുക്ക്. അപ്പോൾ പ്രിയപ്പെട്ട അദ്ദേഹത്തെ ഇന്നത്തെ ചാറ്റ് ഷോയിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള യാത്രാ അനുഭവങ്ങളും തൻ്റെ ജീവിത സാഹചര്യങ്ങളും എല്ലാം നമുക്ക് ചോദിച്ചറിയാം. സ്വാഗതം ചെയ്യാം. ഗ്രേസ് മീഡിയയിലെ പുതിയൊരു ചാറ്റ് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി എന്ന് പറയുന്നത് വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. അപ്പോൾ മാഷെ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് മാഷിനെ ഒന്ന് സെൽഫായിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എൻ്റെ പേര് രാമചന്ദ്രൻ. എൻ്റെ സ്വദേശം വട്ടപ്പാറ കുറ്റിയാനിയാണ്. ഞാൻ എൻ്റെ പൊതുജീവിതം തുടങ്ങുന്നത് അവിടുത്തെ ഒരു ഗ്രന്ഥശാലയിൽ നിന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 15 വയസ്സ് മുതൽ തന്നെ ഗ്രന്ഥശാലയിൽ കയറുകയും പുസ്തകങ്ങൾ വായിക്കുകയും തുടങ്ങിയെന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയ്ക്ക് കാരണമായി തീർന്നിട്ടുള്ളത്. പിന്നെ അന്ന് മുതൽ തന്നെ ഈ പഠിപ്പിക്കുക എന്നുള്ളതും കൂടി ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ അന്നത്തെ കൊച്ചുകുട്ടികളെ വിളിച്ചിരുത്തി പറഞ്ഞു കൊടുക്കുക, അവിടെ പിന്നെ ഈ മാസത്തിലേക്ക് ഒരു ചെറിയ യാത്ര കൊണ്ടുപോവുക. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു യാത്രക്കാരനായി മാറുന്നത്. അതൊരു നിമിത്തം എന്ന് പറയുന്നത് ഈ മഹീന്ദ്ര ടെമ്പോ ഇറങ്ങിയ സമയം നമ്മുടെ നാട്ടിലൊരു ടെമ്പോ വന്നു. അപ്പോൾ അന്ന് 600 രൂപ കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെ ആ വണ്ടി കിട്ടുമായിരുന്നു. ഞങ്ങളൊരു 30 കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് 20 രൂപ വീതം വാങ്ങും. അപ്പോൾ വണ്ടിയുടെ പൈസയായി. ഞങ്ങളൊരു മുതിർന്ന ഒരു 3-4 പേര് കുറച്ച് പൈസ എടുത്തിട്ട് അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ നടത്തുമായിരുന്നു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ യാത്ര തുടങ്ങിയത്. കൊച്ചു കുട്ടികൾക്ക് വേണ്ടി ഒരു ദിവസം രാവിലെ പോയി രാത്രി തിരിച്ചെത്താവുന്ന രീതിയിൽ. അപ്പോൾ അത് കുറേ കാലം ഇങ്ങനെ നടന്നു. പിന്നെ സ്വാഭാവികമായിട്ടും അത് ഒരു മങ്ങലേറ്റു, അത് തന്നു. പക്ഷേ എനിക്കതൊരു തുടക്കമായിരുന്നു. യാത്രയും അതോടൊപ്പം ഈ പറയുന്ന വായനയുമാണ് എൻ്റെ ഒരു പ്രധാന പ്രശ്നങ്ങൾ. അതോടൊപ്പം തന്നെ ജീവിതത്തിൽ കുറേ ബുദ്ധിമുട്ടുകളും ഉത്തരവാദിത്വങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരാളും കൂടിയാണ് ഞാൻ. അതെ, വട്ടപ്പാറ കുറ്റിയാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യമൊക്കെ ഞങ്ങൾ കൃഷിപ്പണിയും മറ്റ് എല്ലാ ജോലികളും ചെയ്യുമായിരുന്നു. പിന്നെ എനിക്കൊരു വൈകിയാണ് സർക്കാർ ജോലി കിട്ടിയത്. എനിക്ക് 34-ാമത്തെ വയസ്സിലാണ് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്നത്. അതുതന്നെ എനിക്ക് ആദ്യം ജോലി കിട്ടിയത് തൊഴിൽ വകുപ്പിലായിരുന്നു, കേരള തൊഴിൽ വകുപ്പ്. പക്ഷേ ഞങ്ങൾ എനിക്ക് പരിസ്ഥിതിയുമായിട്ട് മുമ്പേ ഒരു താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അത് വനം വകുപ്പിലേക്ക് മാറിപ്പോവുകയാണ് ചെയ്തത്. അപ്പോൾ വനം വകുപ്പിലേക്ക് എനിക്ക് താല്പര്യപൂർവ്വം. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഞാൻ കേരളത്തിലെ എല്ലാ വനങ്ങളിലും
യാത്ര ചെയ്യുകയും താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വനത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ എൻ്റെ പല സ്ഥലങ്ങളിലേക്കും വിളിച്ചിട്ട് അതിനെക്കുറിച്ചൊക്കെ പഠിക്കാനും കുറിപ്പുകൾ എഴുതാനും ഒക്കെ ആവശ്യപ്പെട്ട സംവിധാനങ്ങളുണ്ട്. പിന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, എൻ്റെ ജോലി അല്ലാതിരുന്നിട്ടും ഞാൻ ഏതാണ്ട് 150-ലധികം പരിസ്ഥിതി ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. വനം വകുപ്പിന് വേണ്ടി എൻ്റെ ജോലിയല്ല എങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം ക്ലാസ് അടക്കം, പിന്നെ അതിൻ്റെ രണ്ടാമത്തെ ഭാഗമായിട്ട് ഈ പരിസ്ഥിതി ക്യാമ്പുകൾ ഏതെങ്കിലുമൊക്കെ വനപ്രദേശത്ത് തന്നെ പോയി ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. അങ്ങനെ ഏതാണ്ട് ഒരു 10-100 ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് പിന്നീട് വളരെ വൈകിയെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് അറിയുകയും എന്നെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊന്നും ആദ്യം ആരും അറിയാതെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഇത് ഒരു പരിപാടി സംഘടിപ്പിക്കാൻ തന്നെ എനിക്ക് 3 ദിവസം വേണ്ടി വരുമായിരുന്നു. കാരണം ആദ്യം ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് ബന്ധപ്പെട്ട സ്ഥാപനത്തിലോ സ്കൂളിലോ ചെന്ന് പറയുക, അവരാലോചിച്ചിട്ട് പറയാമെന്ന് പറയുക, അവർ പിന്നെ വിളിക്കുമ്പോൾ പോയി അവരെ അപേക്ഷ വാങ്ങി ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടു കൊടുക്കുക, പിന്നെ ഈ പ്രോഗ്രാം ഉണ്ടെന്ന്. ഈ 3 ദിവസവും ഞാൻ ലീവെടുത്തായിരിക്കും പോകുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അത് ഞാൻ പരാജയത്തെ പറഞ്ഞാൽ എനിക്ക് സ്വയം തോന്നി ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നീടത് എനിക്ക് തന്നെ അതൊരു അംഗീകാരമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് തിരിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കതിലൊന്നും വിഷമമുള്ളത്, ഞാൻ പറഞ്ഞത് ആ ഒരു ബന്ധം പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ പഠിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു നേച്ചറാണ്. അതാണ് ഈ പറഞ്ഞതിൻ്റെ ഒരു പൊരുൾ. മാഷിൻ്റെ കുടുംബത്തിനും കൂടെ ഒന്ന് പരിചയപ്പെടുത്താമോ? എനിക്ക് ഭാര്യയും 2 കുട്ടികളുമാണുള്ളൂ. അത് മൂത്തത് മകളാണ്. അവൾ BSc നഴ്സിംഗ് കഴിഞ്ഞു. ഇപ്പം മാൽഡീവ്സിൽ നഴ്സായിട്ട് ജോലി ചെയ്യുന്നു. അവൾ വിവാഹിതയാണ്, 2 കുട്ടികളുമുണ്ട്. അവർ അയച്ചിരിക്കുന്നത് മണ്ണന്തലയാണ്. പിന്നെ ഇളയത് മകനാണ്. അവൻ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് എന്ന കോഴ്സ് പാസ്സായി കഴിഞ്ഞു. അതിൻ്റെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞിട്ട് നിൽക്കവേ വിദേശത്തൊരു അവസരം കിട്ടി. അങ്ങനെ ഇപ്പോൾ അബുദാബിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. പക്ഷേ നമ്മുടെ യാത്രകളുടെ തുടക്കം എങ്ങനെയായിരുന്നു? ഏത് വയസ്സിലാണ്? ഇപ്പോൾ ഉള്ള ഏജ് ഉണ്ടല്ലോ, ഒരുപാട് നാൾക്ക് മുന്നേ മാഷ് ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. അതെ. അപ്പോൾ എങ്ങനെയായിരുന്നു തുടക്കം? ഇതിനോട് എങ്ങനെയാണ് ഇത് ഒരു ക്രൈസ് അല്ലെങ്കിൽ ഒരു ഇഷ്ടം ഉണ്ടായി തുടങ്ങിയത്? അത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രന്ഥശാല പ്രവർത്തനത്തിൽ നിന്നാണ് എൻ്റെ യാത്രയുടെ തുടക്കവും. അത് അന്നത്തെ കൊച്ചുകുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള യാത്രകളാണ് തുടക്കം. അത് കുറേ കാലം നടക്കുകയും പിന്നെ സ്വയം യാത്ര ചെയ്യുകയും തുടങ്ങുകയാണ്. അപ്പോൾ അത് ജില്ലകൾ വിട്ടിട്ട് സംസ്ഥാനങ്ങൾ പിന്നെ രാജ്യം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഒരു 44 വർഷമായി നിരന്തരം യാത്ര ചെയ്യുന്ന ഒരാളാണ് എന്നെ സംബന്ധിച്ച്. 44 വർഷമായി. പിന്നെ അതെ, അത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ വർഷവും 3-4 വലിയ യാത്രകളും, പിന്നെ സർവീസിലിരിക്കുമ്പോൾ കൃത്യമായിട്ട് മാസത്തിലൊരിക്കൽ എല്ലാ വനങ്ങളിലും പോയി 2 ദിവസത്തെ യാത്ര പോയി താമസിക്കുക എന്നൊരു സ്ഥിരം പരിപാടിയായിരുന്നു. ഇപ്പോഴും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഇങ്ങനെ യാത്രകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞാനിങ്ങനെ യാത്ര പോയിട്ട് വരുമ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അറിയാൻ കുറച്ച് സുഹൃത്തുക്കളുണ്ടാകുമായിരുന്നു. അപ്പോൾ അവരെ വിളിച്ചു കൂട്ടി ആദ്യം സംസാരിക്കുമായിരുന്നു. പിന്നെ ഒത്തുകൂടാൻ കഴിയാതെ വന്നപ്പോൾ അവർക്ക് വേണ്ടിയാണ് ചെറിയ കുറിപ്പുകൾ എഴുതി തുടങ്ങിയത്. അങ്ങനെ നടത്തുമായിരുന്നു. ആ കുറിപ്പുകളുടെ ഒരു സമാഹാരമാണ് എൻ്റെ ആദ്യത്തെ ബുക്കായിട്ട് ഇറങ്ങിയത്, ഭാരതയാത്ര എന്ന് പറയുന്ന ഒരു ബുക്കായിട്ട്. അപ്പോൾ ഭാരതത്തിനകത്ത് നടത്തിയ കുറച്ച് യാത്രകളുടെ ഒരു സമാഹാരമാണിത്. അതെ, എഴുതിയ ഇതിന് ശരിക്കും പോലെ എൻ്റെ തന്നെ ഒരു ശിഷ്യനാണ് ഇതിന് കാരണക്കാരനായതെന്നും കൂടെ പറയാം. ഒരിക്കൽ എന്നെ കാണാൻ വന്നപ്പോൾ അവൻ ഇങ്ങനെ കുറച്ച് കുറിപ്പുകളൊക്കെ കണ്ടിട്ട്, സാറേ ഇത് കളയരുത്, നമുക്ക് പുസ്തകമാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുൻകൈ എടുത്താണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാനും ഞാൻ തയ്യാറായത്. അപ്പോൾ ഈ ഒരു പുസ്തകത്തിന് ഒരു അവാർഡ് കിട്ടിയെന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. 2014 ഒരു ഡോക്ടർ അംബേദ്കറുടെ പേരിലുള്ള സാഹിത്യശ്രീ നാഷണൽ അവാർഡ് എനിക്ക് കിട്ടി. അതും കൂടി ഇപ്പോൾ ഈ അവസരത്തിൽ പറയുകയാണ്. യാത്രകൾ അങ്ങനെയാണ്. അതെ, തുടക്കം. ഓക്കെ. അപ്പോൾ ഇപ്പോൾ മെയിനായിട്ട് എവിടെയൊക്കെ പോയിട്ടുണ്ട്? നമ്മളെ കേരളത്തിനകത്താണോ പുറത്താണോ വിദേശ രാജ്യങ്ങളിലാണോ എവിടെയൊക്കെയാണ് അത് മാഷ് അത് സ്ഥിരമായിട്ട്, അല്ലെങ്കിൽ എന്താണ് കൂടുതലായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങൾ? ഇപ്പോൾ നമ്മൾ ഈ 44 വർഷത്തെ അനുഭവങ്ങൾ നമ്മൾ ക്രോഡീകരിക്കുമ്പോൾ ഏതാണ്ട് ഇന്ത്യ പൂർണ്ണമായി തന്നെ കണ്ടു. പൂർണ്ണമായിട്ട് കണ്ടു. അതെ, എല്ലാ സംസ്ഥാനങ്ങളും കണ്ടു. ഏതാണ്ട് 1-2 സംസ്ഥാനങ്ങൾ ഒഴികെ. കാരണം അവിടെ ഇപ്പോൾ പോകാത്തതെന്ന് പറഞ്ഞാൽ അവിടെ ഈ പെർമിഷൻ കിട്ടുന്നതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്.
മിസോറാമിൽ പോയിട്ടില്ല, മണിപ്പൂർ പോയിട്ടില്ല. ഈ 2 സ്റ്റേറ്റുകളാണ് ഇനി ബാക്കിയുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം. ബാക്കി അരുണാചൽ പ്രദേശ്, ഇന്ത്യ, അതെ, ഈ 2 സ്റ്റേറ്റ് ഒഴികെ ബാക്കി ഇന്ത്യയിലുള്ള ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ലക്ഷദ്വീപ്, പിന്നെ നമ്മളെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഉൾപ്പെടെ പോയിട്ടുണ്ട്. പിന്നെ ഏതാണ്ട് 12 വിദേശ രാജ്യങ്ങളിൽ പോകാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അത് എല്ലാം തന്നെ ഏഷ്യൻ കൺട്രീസാണ്. എന്ന് പറഞ്ഞാൽ യൂറോപ്പിലേക്കൊന്നും പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നിൽക്കുന്നു. പിന്നെ ഇപ്പോൾ കുറേ കാലമായിട്ട് ഹിമാലയമാണ് ഏറ്റവും കൂടുതൽ എന്നെ നിർത്തുന്ന ഒരു സ്ഥലം. ഹിമാലയം ആദ്യം പോയപ്പോൾ തന്നെ എന്നെ വളരെയധികം സ്പർശിക്കുകയും പിന്നെ എല്ലാ വർഷവും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ ഇതുവരെ 13 പ്രാവശ്യം ഹിമാലയം കണ്ടു. അതെ, ഹിമാലയം ശരിക്കും പറഞ്ഞാൽ ഒരു ആയുസ്സിൽ നമുക്ക് കണ്ടു തീർക്കാൻ പറ്റുന്നതല്ല. ഹിമാലയത്തെ പൂർണ്ണമായി കണ്ടവരോ അറിഞ്ഞവരോ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പൊതുവിൽ പറയുമ്പോൾ ഹിമാലയത്തിലെ ചാർധാം യാത്രയാണ് പൊതുവിലുള്ളത്. ടൂറിസംകാർ സംഘടിപ്പിക്കുന്ന ചാർധാം യാത്ര, അത് ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദരീനാഥ്, ഇത് 4 സ്ഥലങ്ങളും കൂടി സംഘടിപ്പിച്ചൊരു യാത്ര പോയിട്ട് വരുന്നയാളിന് ഹിമാലയം കണ്ടുവെന്ന് അവകാശപ്പെടാൻ പറ്റും. പക്ഷേ എന്നെ സംബന്ധിച്ച് അതൊരു തുടക്കം മാത്രമായിരുന്നു. ഞാൻ പിന്നെ ഹിമാലയത്തെക്കുറിച്ച് പഠിക്കും തോറും ഹിമാലയത്തിൽ തന്നെ പഞ്ചപ്രയാഗ്, പിന്നെ അതുപോലെ പഞ്ചബദരി, പഞ്ചകേദാരങ്ങൾ, പഞ്ചകൈലാസങ്ങൾ, പിന്നെ ഇതുപോലെ ഈ ഫ്ലവർ വാലി, ഈ തപോവനം, സ്വർഗാരോഹിണി തുടങ്ങി ആയിരക്കണക്കിന് പുണ്യസ്ഥലങ്ങളാണ് ഹിമാലയത്തിൻ്റെ ഓരോ കോണിലും നടക്കുന്നത്. പിന്നെ ഹിമാലയം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും പോലെ ഒരു പ്രത്യേക സ്ഥലമൊന്നുമല്ല. അത് നമ്മുടെ തന്നെ രാജ്യത്തിൻ്റെ ഏതാണ്ട് പകുതിയോളം വിസ്തൃതിയുള്ളതാണ്. അത് പലപ്പോഴായിട്ട് അത് വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല, ഇപ്പോൾ ഹിമാലയം കിടക്കുന്നത് ഇന്ത്യക്ക് പുറമെ നേപ്പാളിലുണ്ട്. നേപ്പാൾ പൂർണ്ണമായും ഹിമാലയത്തിലാണ്. ടിബറ്റ് എന്ന് പറയുന്ന രാജ്യം പൂർണ്ണമായിട്ടും ഹിമാലയത്തിലാണ്. ഭൂട്ടാൻ എന്ന് പറയുന്ന രാജ്യം പൂർണ്ണമായി ഹിമാലയത്തിലാണ്. പിന്നെ ചൈനയുടെ കുറച്ച് ഭാഗങ്ങളുണ്ട്. പിന്നെ നമ്മുടെ തന്നെ 5-6 സംസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് ഇങ്ങനെ വളരെ വിസ്തൃതമായ ഒരു ഏരിയയാണ് ഹിമാലയം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹിമാലയത്തെ പൂർണ്ണമായി ആരും അങ്ങനെ എളുപ്പമല്ല, മനസ്സിലായില്ല. അപ്പോൾ ഞാനിതിൽ ഏതാണ്ടെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ കൈലാസങ്ങളിൽ 3 കൈലാസങ്ങളിൽ ഞാൻ പോയി കഴിഞ്ഞു. ഒറിജിനൽ കൈലാസം എന്ന് പറയുന്നത് ടിബറ്റിലാണ്. മാനസസരോവർ കൈലാസം എന്ന് പറയും, അത് 2014 പോയി. പിന്നെ മറ്റൊരു കൈലാസം ആദി കൈലാസം എന്നറിയപ്പെടും, അത് ഉത്തരാഖണ്ഡിൻ്റെ ഏറ്റവും ടോപ്പിലാണ്, അവിടെ പോയി കഴിഞ്ഞു. പിന്നെ ബാക്കി 3 കൈലാസങ്ങളും വരുന്നത് ഹിമാചൽ പ്രദേശിൻ്റെ ടോപ്പിൽ 3 കോണിലായിട്ടാണ്. അത് ഒന്ന് മണിമഹേഷാണ്, ഒന്ന് ശ്രീകണ്ഠ മഹാദേവ് കൈലാസം, ഒന്ന് കിന്നർ കൈലാസം. ഇപ്പോൾ ഞാൻ ഈ വർഷം പോകാൻ ഉദ്ദേശിക്കുന്നത് ശ്രീകണ്ഠ മഹാദേവ് കൈലാസമാണ്. അത് ഇപ്പോൾ തിരഞ്ഞെടുക്കാൻ കാരണം ഇപ്പോഴുള്ള കൈലാസങ്ങളിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ യാത്ര ശ്രീകണ്ഠ മഹാദേവ് കൈലാസമാണ്. ഞാൻ 62 വയസ്സ് കഴിഞ്ഞ ആളാണ്. അപ്പോൾ ഓരോ വർഷം ചെയ്തൊരു എൻ്റെ ആരോഗ്യം കുറയും എന്നുള്ള ഒരു കണക്കുകൂട്ടലിൽ ബുദ്ധിമുട്ട് ഉള്ളത് ആദ്യം പോകാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ കൊല്ലം മണിമഹേഷ് ശ്രീകണ്ഠ മഹാദേവ് കൈലാസം തിരഞ്ഞെടുക്കുന്നത്. പിന്നെ ബാക്കി വരുന്നത് കിന്നർ കൈലാസമാണ്. 26ഓടുകൂടി ഈ പറയുന്ന 5 കൈലാസങ്ങളും പൂർത്തിയാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ എൻ്റെ അറിവനുസരിച്ചാണെങ്കിൽ കൈലാസങ്ങൾ പൂർത്തിയാക്കിയവർ വളരെ ചുരുക്കം പേരേ ഉള്ളൂ കേരളത്തിൽ. 2-3 പേര് മാത്രമേ കൈലാസികളായിട്ട് അറിയപ്പെടുന്നുള്ളൂ. അത് 2 പേരെ എനിക്ക് നേരിട്ടറിയാം. അത് എനിക്കും 26ഓടുകൂടിയെങ്കിലും ഒരു കൈലാസി ആകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അത് ഒരു വെറും ആഗ്രഹമല്ല, എൻ്റെ ജീവിതാഭിലാഷം തന്നെ ഇപ്പോൾ അതാണ്. എന്തായാലും സാധിക്കട്ടെ, അത് ആശംസിക്കുന്നു. അതെ, വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഫെസ്റ്റിവലും അതുപോലെ തന്നെ നമ്മുടെ ഇതുപോലുള്ള ചെറിയ ഇൻ്റർവ്യൂ ഒക്കെയാണ് നമ്മുടെ ചാനലിൽ കൂടെ വരുന്നത്. എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ നമ്മുടെ എപ്പിസോഡിൽ തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.